ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ സ്കിൻ കെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഹോം റെമഡീസ് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ രണ്ട് സാധനങ്ങൾ മാത്രം ഇതിന് മതി. നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിന്നാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള പാക്കും സ്ക്രബും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ഫ്ലോറാണ്, ഒന്ന് അരിപ്പൊടി, പിന്നെ സെക്കൻഡ് വൺ നമ്മുടെ കഞ്ഞിവെള്ളം. തലേദിവസം വേണമെന്നൊന്നുമില്ല, അന്നത്തെ തന്നെ കഞ്ഞിവെള്ളം മതി. ഭയങ്കര മെനക്കേട് നിന്ന് തലേദിവസത്തെ കഞ്ഞിവെള്ളം നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഭയങ്കര മെനക്കേടാണ്. നമുക്ക് അന്നത്തെ കഞ്ഞിവെള്ളം തന്നെ മതി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ബ്രഷ് കാണുന്നില്ല, സോ അതുകൊണ്ട് പഴയ ബ്രഷ് ഞാൻ എടുത്തു. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ, സോ അതുകൊണ്ട് ഞാനത് എടുത്തു നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഹണിയോടെ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഹണി ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു വല്ലാത്ത സ്മെല്ല് എനിക്ക് പിടിച്ചില്ല. സോ അതുകൊണ്ട് ഇത് രണ്ടുമാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് ഫേസിൽ നല്ലതായിട്ട് കവറപ്പ് ചെയ്യുക. നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മാക്സിമം പോയ ഒരു 15 മിനിറ്റ് ആകുമ്പോഴേ നല്ലതായിട്ട് ഇത് നമ്മുടെ ഫേസിൽ ഒട്ടിപ്പിടിച്ച് നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയതിന് ശേഷം ഫേസ് നല്ലതായിട്ട് ഉരച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കളയുക. അപ്പോൾ തന്നെ ഒരു മാറ്റം നമുക്കറിയാൻ പറ്റും. ഇത് നമ്മുടെ വീക്കിൽ ഒരു 4 days ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൾ പറഞ്ഞ അനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പം അടിപൊളി റിസൾട്ട് കിട്ടും. ഞാനിത് 2 ദിവസം ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും. ഇത് രണ്ടാമത്തെ വട്ടമാണ് ചെയ്യുന്നത്. റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേക്ക്. 4 ദിവസം ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇനി കാണാം. ടാറ്റ ബൈ, സീ യു.